ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ലോഡഡ് ഫ്രൈസ് ആണ്. ഈ ലോഡഡ് ഫ്രൈസ് പല ടൈപ്പിൽ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ക്രീമി ആൻഡ് ചീസി ആയിട്ടുള്ള ലോഡഡ് ഫ്രൈസ് ആണ്. കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റും കൂടി വേണം കേട്ടോ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിനായിട്ട് എല്ലില്ലാത്ത കുറച്ച് ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ കാശ്മീരി മുളക് പൊടിയാട്ടോ എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂറിന് ശേഷം ഓരോ ചിക്കൻ പീസും മൈദയിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കുമ്പം. അപ്പോൾ നമുക്ക് ഓരോ ചിക്കൻ പീസും ഒന്ന് മൈദയിൽ കോട്ട് ചെയ്തെടുക്കാം. ഇനി നല്ല ചൂടായ എണ്ണയിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഓരോ പീസസ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. തിരിച്ചു മറിച്ചുവിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇനി നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഫ്രഞ്ച് ഫ്രൈസും കൂടെ ഒന്ന് പൊരിച്ചെടുക്കാം. ഇത് ഹോം മെയ്ഡ് ഫ്രഞ്ച് ഫ്രൈസ് ആട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം കേട്ടോ. ഇനി മടിയുള്ളവർക്ക് ഇത് ഫ്രോസൺ ആയിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ അത് മേടിച്ചാലും മതിയാകും. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ലപോലെ ക്രിസ്പി ആക്കി എടുക്കണം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ലോഡഡ് ഫ്രൈസിലേക്ക് വേണ്ട നല്ല ക്രീമി സോസ് തയ്യാറാക്കി എടുക്കാം. ഒരു പാനിലേക്ക് 1.5 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കും 1.5 ടീസ്പൂൺ മൈദാമാവ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. മൈദാമാവിൻ്റെ ആ പച്ച കുത്തലൊക്കെ ഒന്ന് മാറി വരണം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി കൈവിടാതെ നന്നായിട്ട് ഈ മൈദയൊന്ന് മിക്സ് ചെയ്തെടുക്കണം പാലിൽ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം. 2 ടീസ്പൂൺ കെച്ചപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ തന്നെ ഇത് ജസ്റ്റ് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുക്കാം. ഈ സോസ് എത്ര ക്രീമി ആവണോ അത്രയും ചീസ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു പാനിലാട്ടോ ലോഡഡ് ഫ്രൈസ് തയ്യാറാക്കുന്നത്. ഒരു പാനിൽ നമ്മൾ വറുത്ത് മാറ്റി വെച്ചേക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഇനി ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ക്രീം ചീസ് ഇട്ട് കൊടുക്കാം. ക്രീം സോസ്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് കെച്ചപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ വീണ്ടും അടുത്ത ലെയറായിട്ട് ഫ്രഞ്ച് ഫ്രൈസും ചിക്കനും ഇട്ട് കൊടുക്കാം. പിന്നെയും ആ ക്രീമി സോസ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കിയ എല്ലാ സോസും അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കെച്ചപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. കുറച്ച് അധികം ചീസ് ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. ആ ചീസൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ക്രീമി ആൻഡ് ചീസി ആയിട്ടുള്ള ലോഡഡ് ഫ്രൈസ് തയ്യാറായിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഒരു തവണ ഉണ്ടാക്കി നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റായിട്ട് അയക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ.